അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ. റമദാൻ എന്ന വാക്കിന് സാരം കരിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ മാസം കരിക്കുന്ന മാസമായി. എന്തിനെയാണ് ഈ മാസം കരിച്ചു കളയുന്നത്? മനുഷ്യൻ്റെ പാപങ്ങളെ തന്നെ. 11 മാസം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാപങ്ങളെയും അപ്പോൾ തന്നെ കരിച്ചു കളയേണ്ടതാണ്. ഇനി വല്ലതും അങ്ങനെ കളയാൻ ബാക്കി വന്നുവെങ്കിൽ ഒരു കരിക്കൽ യജ്ഞമാസം, യജ്ഞം സജീവമാക്കണം. എങ്കിൽ പലവിധ ആനുകൂല്യങ്ങളുമുണ്ട്. ലാഭം. ഈ മുദ്രാവാക്യത്തോടെയാണ് റമദാൻ എന്ന് കടന്നു വരുന്നത്. എല്ലാ പ്രവർത്തികൾക്കും വലിയ പ്രതിഫലം. പാപം കരിക്കാൻ 30 രാവുകൾ. നരകാർഹർക്ക് മുക്തമാരാവാൻ വേറെ അവസരം. ഇതക്ക് എന്നാൽ മോചനം എന്നാണ് അർത്ഥം. 30 രാവുകളിലും നരകാവകാശികൾക്ക് നിരവധി പേരെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ ഓരോ വ്യക്തിക്കും ശ്രമിക്കണം. അവസരം നഷ്ടപ്പെടുത്തുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. സുവർണാവസരങ്ങൾ നോക്കി നടക്കുകയാണ് സാധാരണ എല്ലാ വ്യക്തികളും. ഇത്രയും വലിയ ഒരു സുവർണാവസരം ലഭിച്ചിട്ട് പാഴാക്കി കളയുന്നവർ ബുദ്ധിയില്ലാത്തവർ തന്നെ. മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയും ചാബല്യങ്ങളെയും അള്ളാഹു കണക്കിലെടുക്കുന്നുവെന്നാണ് ഇത്തരം ആനുകൂല്യ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സാഹചര്യത്തിന് അടിമയായി മനുഷ്യരിൽ നിന്ന് അരുതായ്മകൾ വരാം. എന്നാൽ ഈ പാകപ്പിഴവുകളുമായി നാളെയിലേക്ക് കടന്നു വരേണ്ട എന്ന് അള്ളാഹു പറയുന്നു. വരും മുമ്പ് അരുതായ്മകളും കെട്ടയച്ച് വരണം. നാളേക്ക് കണക്ക് തീർക്കാൻ ഒരു തെറ്റും ബാക്കി വെക്കരുത്. അങ്ങനെ തൻ്റെ അടിമകളെ നോവിപ്പിക്കാൻ അവസരമുണ്ടാക്കി വെക്കരുത്. ഇതാണ് അള്ളാഹുവിൻ്റെ ലൈൻ. ഇതിന് വേണ്ട പദ്ധതികൾ അവൻ നടപ്പാക്കുന്നു. എവിടെയെങ്കിലും ഒരു തെറ്റ് പ്രത്യക്ഷപ്പെട്ട് കിട്ടാനും അതിൻ്റെ പേരിൽ ശിക്ഷിച്ചു രസിക്കാനും ആർത്തി പൂണ്ട് നിൽക്കുന്ന ധാരാളം യജമാനന്മാരുണ്ട്, മേലുദ്യോഗസ്ഥന്മാരുണ്ട്. എന്നാൽ അല്ലാഹു തആല ആ സ്വഭാവമുള്ളവനല്ല. അവൻ്റെ ഗുണം സഹിഷ്ണുതയാണ്, ദാക്ഷിണ്യത്തിലാണ് അവൻ തൃപ്തനാകുന്നത്. അവൻ തൻ്റെ കീഴിലുള്ളവരെ കുറ്റവിമുക്തനാക്കാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതിനുള്ള അവസരങ്ങളും വേദികളും അവൻ സൃഷ്ടിക്കുന്നുവെന്ന്. വേദികളാണ് മക്കയും പരിസരവും. അവസരമാണ് റമദാനും മറ്റു ചില സമയങ്ങളും. റമദാൻ വ്രതം നിഷേധിച്ചവൻ തന്നെ മുർത്തദ്ദാണ്. ഇസ്ലാമിക ഭരണത്തിൽ മടങ്ങുന്നില്ലെങ്കിൽ അവന് വധശിക്ഷയാണ് വേണ്ടത് എന്നാണ്. ഹിജ്റ വർഷപ്രകാരം 9 മാസത്വമാണ് വിശുദ്ധ റമദാൻ, 9ാമത്തെ മാസം. ഖുർആൻ അല്ലാഹു തന്നെ ഈ മാസത്തെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ മാസത്തിന് എന്താണ് അങ്ങനെയൊരു നാമം? റമദാൻ എന്നതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നതാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഈ പവിത്രമായ മാസത്തിൽ പൊറുക്കലിനെ തേടുന്നവരുടെയും ഖേദിച്ച് മടങ്ങുന്നവരുടെയും പാപങ്ങൾ അള്ളാഹു കരിച്ചു കളയും. ഈ ആശധനം ചെയ്തായിരിക്കണം. ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആരാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് റമദാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ആ മാസത്തിൽ അല്ലാഹു സത്യവിശ്വാസികളുടെ പാപങ്ങൾ കരിച്ച് കളയുകയും അവർക്ക് പുറത്തു നൽകുകയും ചെയ്യും. റമദാൻ എന്ന പദത്തിന് 5 അക്ഷരങ്ങളുടെ പരിഷ്കരിപ്പിച്ച് പുനഷ്കരിപ്പിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മറ്റൊരാശയം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? അല്ലാഹുവിൻ്റെ തൃപ്തി. മീം അല്ലാഹുവിൻ്റെ സ്നേഹം. അല്ലാഹുവിൻ്റെ സംരക്ഷണം. അലിഫ് അല്ലാഹുവിൻ്റെ ഇണക്കം. അല്ലാഹുവിൻ്റെ പ്രകാശം എന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഗുനിയത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം ദീനിൻ്റെ രക്ഷാർത്ഥം ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാത്ത മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിശ്വാസം അനുയായികളും പാലായനം നടത്തിയതിൻ്റെ 2ാം വർഷത്തിലാണ് നോമിന് അള്ളാഹു നിർബന്ധമാക്കിയത്. മനുഷ്യ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ചയ്ക്കെല്ലാം
നോമ്പനുഷ്ഠാനം അനിവാര്യമാണ്. അല്ലാഹു പരിശുദ്ധ റമദാനെ അതിൻ്റെ മുറ പോലെ അനുഷ്ഠിക്കുവാനും പാപങ്ങൾ കരിച്ചു കളയുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പാപങ്ങളൊക്കെ കരിച്ചു കളയുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടു കൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.